നമുക്കളെ വെൽക്കം ബാക്ക്. ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് +2 ഫിസിക്സിൻ്റെ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള NCERT എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പോൾ NCERT നിന്ന് നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ, അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൽ നിന്നും 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ബോർഡ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം പോകുമ്പോൾ മസ്റ്റായിട്ട് പഠിക്കേണ്ടതുണ്ട്. അതിൽ ഞാൻ 4 എണ്ണം ഞാനിവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അതിലൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്കായിട്ടും തരാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഏതൊക്കെയാണ് ആ ഒരു 5 ക്വസ്റ്റ്യൻസ് ഫോർ യുവർ ബോർഡ് എക്സാം ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത് എന്നുള്ളത് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കാണാം. അതിന് മുമ്പായിട്ട് എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് മക്കളെ. ഓക്കെ, നിങ്ങളുടെ ബോർഡ് എക്സാമിന് വേണ്ടി ഞാൻ കഴിഞ്ഞ കൊല്ലം 1 മാർക്കായി നമ്മൾ 1 മാർക്കിന് വേണ്ടി വരുന്ന ഒരു 100 ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സെഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ 2 മാർക്കിന് ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ, 3 മാർക്കിന് ഇമ്പോർട്ടൻ്റ് ചെയ്ത്, 4 മാർക്കിന് ഇമ്പോർട്ടൻ്റ് ചെയ്ത്, 5 മാർക്കിന് ഇമ്പോർട്ടൻ്റ്, അതൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇക്കൊല്ലം ചെയ്യാത്തത്. അതുകൊണ്ട് ഇക്കൊല്ലം കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന NCERT എക്സസൈസ് പ്രോബ്ലംസ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതിൻ്റെ കേസ് നിങ്ങൾ പ്ലേലിസ്റ്റ് ഒന്ന് നോക്കുക. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓരോന്നിന് ലിങ്ക് കൊടുക്കാം. അതൊക്കെ ഒന്ന് കണ്ട് സെറ്റാക്കി വെക്കാൻ വേണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഏതാണ് ആ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അതിലൊരു ബോർഡ് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ 8.4ലാണ്. 8.4 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ബോർഡ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം മസ്റ്റ് ടെസ്റ്റഡ് ആയിട്ട് പ്രോബ്ലം ആണ്. അപ്പോൾ പ്രോബ്ലം ഇങ്ങനെയാണ്: എ പ്ലെയിൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ട്രാവൽസ് ഇൻ വാക്വം എലോങ് z ഡയറക്ഷൻ. വാട്ട് ക്യാൻ യു സേ അബൌട്ട് ദ ഡയറക്ഷൻസ് ഓഫ് ഇറ്റ്സ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടേഴ്സ്? കഴിഞ്ഞില്ല. ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് ദ വേവ് ഈസ് 30 MHz ആണെങ്കിൽ വാട്ട് ഈസ് ഇറ്റ്സ് വേവ് ലെങ്ത്? അപ്പോൾ ഒരു കോൺസെപ്റ്റുകളും ചെറിയൊരു ന്യൂമറിക്കൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. 8.4 ബോർഡ് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചുതരാം. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ പറയുന്ന കാര്യം എന്താ? നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. Z ഡയറക്ഷനിലേക്ക് ട്രാവൽ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറിൻ്റെയും ഡയറക്ഷൻസ് എങ്ങോട്ടേക്കായിരിക്കും എന്നാണ് ആ ഒരു ക്വസ്റ്റ്യനിലെ ആദ്യത്തെ ഭാഗത്ത് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കുന്ന കാര്യം, ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E വെക്ടർ ക്രോസ് B വെക്ടർ ആണ്. നമ്മളെപ്പോഴും ഈ രീതി പഠിച്ചാൽ മതി. നമ്മൾ XYZ I ക്യാപ്പ് J ക്യാപ്പ് K ക്യാപ്പ് നമ്മൾ മോഷനെ പ്ലെയിനൊക്കെ ചെയ്യുന്നില്ല, ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഇതാ ഈ ഒരു, അതായത് ഇലക്ട്രിക് ഫീൽഡ് എക്സിലാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് വൈയിലാണെങ്കിൽ ഇവൻ Z-ലായിരിക്കും. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം ഇലക്ട്രിക് ഫീൽഡ് ഇവൻ മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ ഇവൻ ആരായിരിക്കും? ഇലക്ട്രോ മാഗ്നറ്റിക്. ഇനി ഇതേസമയം ഇവനാണ് ഇലക്ട്രിക് ഫീൽഡ്, ഇവൻ മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ ഇവൻ ആരായിരിക്കും? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ക്ലിയർ ആണോ? അപ്പോൾ ഇപ്പോൾ ഈ കേസിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എവിടെയാണ്? Z ആണ്. അപ്പോൾ ഇവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് Z-ലാണ് ഉള്ളതെങ്കിൽ ഇവൻ മാഗ്നറ്റിക് ഫീൽഡും ഫസ്റ്റ് വൺ ഇലക്ട്രിക് ഫീൽഡും. അതുകൊണ്ട് വളരെ സിമ്പിളാണ്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ് വരിക? ഇലക്ട്രിക് ഫീൽഡ് എലോങ് X ഡിറക്ഷനും മാഗ്നറ്റിക് ഫീൽഡ് Y, അതായത് XY പ്ലെയിൻ. ഇവ രണ്ടാളും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് X ഡിറക്ഷനും മാഗ്നറ്റിക് ഫീൽഡ് Y ഡയറക്ഷനും ആയിരിക്കും. അപ്പോൾ ഏതാണ് കോൺസെപ്റ്റ്? I വെക്ടർ ക്രോസ് B വെക്ടർ. അതും കൂടി പഠിച്ചു നോക്കട്ടോ. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ ഡയറക്ഷൻ E വെക്ടർ ക്രോസ് B വെക്ടർ. കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇതേ ക്വസ്റ്റ്യനിൽ തന്നെ എന്ത് തന്നിട്ടുണ്ട്? ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ ഫ്രീക്വൻസി തന്നു. ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ട് എത്രയാണ് തന്നത്? 30 MHz ആണ്. 30 മെഗാ ഹെഡ്സ് ആക്കാൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 10⁻⁶ ഹെഡ്സ്. 10⁻⁶ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് അവർ ചോദിച്ചത് എന്താണ്? വേവ് ലെങ്ത് ആണ് ചോദിച്ചത്. ബേസ് ക്വസ്റ്റ്യൻ അല്ലേ? C = ന്യൂ ലാംഡ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. C = ന്യൂ ലാംഡ. അങ്ങനെയാണെങ്കിൽ ലാംഡ = ആരാണ്? C ഡിവൈഡഡ് ബൈ ന്യൂ. സീൻ്റെ വാല്യൂ എത്രയാണ്? സീൻ്റെ വാല്യൂ 3 × 10⁻⁸. ഓക്കെ, അപ്പോൾ ലാംഡ സീൻ്റെ വാല്യൂ 3 × 10⁸ ഡിവൈഡഡ് ബൈ ന്യൂ എത്രയാണ്? 30 MHz. 30 MHz 30 × 10⁻⁶ ആണ്, അല്ലെങ്കിൽ 3 × എത്രയാണ്? 10⁻⁷ അല്ലേ? അപ്പോൾ ഈ 3 ക്യാൻസൽ ചെയ്യാം. 10⁻⁸ 10⁻⁷ ക്യാൻസൽ ചെയ്താൽ മുകളിൽ ഒരു 10, അത്രയും മീറ്റർ. SI യൂണിറ്റ് എഴുതാൻ വിട്ടു പോകരുത്. ഓക്കെ, ഇതാണ് നമ്മളെ 8.4 ബോർഡ് എക്സാമിന്. ഇപ്പോൾ അവസാനത്തെ ടൈം ആയതുകൊണ്ടാണ് ബോർഡ് എക്സാമിന് വേണ്ട രീതിയിലുള്ള പ്രോബ്ലംസ് ഞാൻ ചൂസ് ചെയ്യുന്നത്. തൊട്ടും ബേസിൽ എല്ലാം ബോർഡ് എക്സാമിന് ചോദിക്കാൻ പറ്റുന്നതായതുകൊണ്ട് ഫുള്ളി ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് ആദ്യത്തെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1 ആവട്ടെ, 2 ആവട്ടെ, കറണ്ട്, ഇലക്ട്രിസിറ്റി, മൂവിങ് ചാർജസ്, ഇതിലൊക്കെ മാഗ്നറ്റിസം, ഇതിലൊക്കെ ഫുള്ള് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഞാനിപ്പോൾ ഓരോ പ്ലേ ലിസ്റ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, NCERT എക്സസൈസ് വേണ്ടവർ നിർബന്ധമായിട്ട് ഫുൾ മാർക്കാണ് വേണ്ടതെങ്കിൽ അത് ഫോളോ അപ്പ് ചെയ്തേക്ക്. പ്രീവിയസും ഇമ്പോർട്ടൻറ്റ് മാത്രം പഠിക്കുന്ന കുട്ടികൾ അതായിക്കോട്ടെ, എനിക്ക് അതിൽ വേറൊന്നും പറയാനില്ല. ബട്ട് മാക്സിമം സ്കോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടിയാണെങ്കിൽ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് ഏതാ ക്വസ്റ്റ്യൻ നോക്കാം.
അത് നെക്സ്റ്റ് വൺ തന്നെയാണ് 8.5. എ റേഡിയോ ക്യാൻ ട്യൂൺ ഇൻ ടു എനി സ്റ്റേഷൻ ഇൻ ദ 7.5 മെഗാ ഹെഡ്സ് ടു 12 മെഗാ ഹെഡ്സ് ബാൻഡ്. വാട്ട് ഈസ് ദ കറസ്പോണ്ടിങ് വേവ് ലെങ്ത് ബാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് 8.5. ബോർഡ് എക്സാമിന് നിർബന്ധമായിട്ട് നോക്കണം. നിങ്ങൾ പറഞ്ഞ പോലെ ചൂസ് ചെയ്തിട്ട് സെലക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. നിർബന്ധമായിട്ടും പഠിക്കേണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ മക്കൾ. ഇതെങ്ങനെയാണ് ചെയ്യുന്നതിനെ കാണിച്ചു തരാം. വലിയ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഫ്രീക്വൻസി ബാൻഡ്, അത് 2 ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഫ്രീക്വൻസി എത്രയാണ്? 7.5 മെഗാ ഹെഡ്സ് ആണ് ഫസ്റ്റ് ഫ്രീക്വൻസി. സെക്കൻഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുള്ളത് 12 മെഗാ ഹെഡ്സ് ബാൻഡുകളാണെങ്കിൽ ഇവരുടെ വേവ് ലെങ്ത് ബാൻഡുകൾ കണ്ടുപിടിക്കണം. ഒന്നുമില്ലല്ലേ, നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തില്ലേ സി സീക്വൽ ന്യൂ ലാംഡ. അപ്പോൾ ലാംഡ സീക്വൽ ടു ആരാണ്? സി ബൈ ന്യൂ. കഴിഞ്ഞിട അത്രയേ ഉള്ളൂ. ഇവിടെ ഒന്നാമത്തെ ആയതുകൊണ്ട് ലാംഡ 1 ഈക്വൽ സി ബൈ ന്യൂ 1. സി എത്രയാണ്? 3 × 10⁸ ഡിവൈഡഡ് ബൈ ന്യൂ 1. ന്യൂ 1 എത്രയാണ്? 7.5 × മെഗാ മാറ്റണേ 10⁻⁶. ഇത് കട്ട് ചെയ്യുമ്പോൾ മുകളിൽ 10⁸ ഉം 10⁻⁶ കട്ട് ചെയ്യുമ്പോൾ മുകളിൽ ഒരു 10⁻² ഉണ്ടാകും. അതായത് 300 ഡിവൈഡഡ് ബൈ 7.5. അല്ലെങ്കിലോ 300/7.5 എന്ന് വിളിക്കാം, അല്ലെങ്കിലോ 300 ഡിവൈഡ് ബൈ 7.5, ഓർ നമ്മൾക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡിജിറ്റ് 10 കൊണ്ട് മുകളിൽ മൾട്ടിപ്പിൾ ഇവിടെ 3000 അങ്ങനെ എടുത്തൂടെ. 3000 ഡിവൈഡ് ബൈ 75, അല്ല നേരെ തിരിച്ചിട്ട് അങ്ങനെ കുറക്കാം അല്ലേ. 30 ഡിവൈഡഡ് ബൈ 300, 7.5 × 10⁻⁶ വന്നു. 10⁻⁶ ക്യാൻസൽ ചെയ്യുമ്പോൾ 10⁻². അപ്പോൾ 300 ഡിവൈഡ് ബൈ 7.5, 3000/75 ചെയ്യാം, അല്ലെങ്കിൽ 30/7.5 ചെയ്തിട്ട് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ആൻസർ വിൽ ബി 40 മീറ്റർ എന്നുണ്ടാവും. 40 ആണ്, നോട്ട് 46. ഇതേ സമയം ലാംഡ 2 എന്ന് പറഞ്ഞാൽ എന്താ? 3 × 10⁸8 ഡിവൈഡഡ് ബൈ ന്യൂ 2 എത്രയാണ്? 12 മെഗാ എന്ന് പറയുമ്പം 10⁻⁶. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞാൽ മുകളിൽ 10². അപ്പോൾ 300 ഡിവൈഡഡ് ബൈ 12, അല്ലെങ്കിൽ 30/12 ചെയ്യുക. 30/12 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2.4 അല്ലേ, അതായത് 2.5 അല്ലേ. ഓക്കെ, അപ്പോൾ 20 × 12 × 2 എന്ന് പറയുമ്പോൾ 24, പിന്നെ അതിൻ്റെ ഹാഫും. യെസ്, അപ്പോൾ 2.5 ഒരു 10 കൂടി ഉണ്ടാവും. സോ 25 മീറ്റർ. അപ്പോൾ ഇവിടെ വേവ് ലെങ്ത് ബാൻഡ് ഏതാ? അതും കൂടി എഴുതി വെക്കണം. വേവ് ലെങ്ത് ബാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? 40 മീറ്റർ ടു എത്രയാണ്? 25 മീറ്റർ ആണ്. ആദ്യം കിട്ടിയത് 40 ആണ്, പിന്നീട് കിട്ടിയത് 25. ഇത്രയേ ഉള്ളൂ 8.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ നെക്സ്റ്റ് വൺ 8.7 ആണ് കേട്ടോ ബോർഡ് എക്സാമിന് ചാൻസ് ഉള്ളത്. ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് പാർട്ട് ഓഫ് എ ഹാർമോണിക് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഇൻ വാക്യൂം ഈസ് B0 = 510 നാനോ ടെസ്ല. വാട്ട് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് പാർട്ട് ഓഫ് ദ വേവ്? ഇത് നോർമലി ചോദിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് പാർട്ട് വന്നിട്ട് ഇലക്ട്രിക് ഫീൽഡ് പാർട്ട് ചോദിക്കുന്ന കാര്യം. ക്വസ്റ്റ്യനിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് തന്നിട്ടുണ്ടായിരുന്നത്. ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് പാർട്ട് 510 നാനോ ടെസ്ല. അതൊന്ന് ശ്രദ്ധിക്കണേ, കാരണം അതൊന്നും ചിലപ്പോൾ മൈൻഡാക്കാതെ പോയി കഴിഞ്ഞാൽ ചെറിയൊരു അശ്രദ്ധ പോരെ നമ്മളെ മാർക്ക് പോയി കിട്ടും. അപ്പോൾ നാനോ എന്ന് പറയുമ്പോൾ 10⁻⁻9 ടെസ്ല എന്ന് കിട്ടി. ഇവിടെ എന്താ ചോദിച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് പാർട്ട് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, പക്ഷേ അത്ര ഇമ്പോർട്ടൻറ്റും ആണ് കേട്ടോ. E0 ആണ് കണ്ടുപിടിക്കേണ്ടത്. E0 = E0യും B0 നമ്മൾ റിലേഷൻ പോലും ചോദിക്കാറുണ്ട്. E0 = ആരാണ്? C × B0. കഴിഞ്ഞടാ ഡയറക്റ്റ് മൾട്ടിപ്ലൈ. ഓക്കെ, സീൻ്റെ വാല്യൂ എത്രയാണ്? 3 × 10⁸. നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൽ പറയുന്നൊരു കാര്യം കൂടിയാണത്. B0 എത്രയാണ്? 510 × 10⁻⁹, അല്ലെങ്കിൽ 51 × 10⁻⁻8 എന്നും വിളിച്ചുകൂടെ? ക്ലിയർ അല്ലേ? ഒരു 10 എടുത്ത് ഇവിടെ പവർ കുറച്ചുകൂടെയാണ്. അങ്ങനെ 10⁻⁻8 ഉം 10⁻⁸ എന്തായി പോവും? ക്യാൻസലാക്കാൻ പറ്റും. അപ്പോൾ 3 × 51 എന്ന് എത്രയാണ്? 153 SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് N/Coulomb. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 8.7 ബോർഡ് എക്സാമിന് നന്നായിട്ട് ചോദിക്കാനും പറ്റുന്ന ക്വസ്റ്റ്യൻ കൂടിയായിരുന്നു. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ 8.8 ആണ്. ഓക്കെ, മസ്റ്റ് സ്റ്റഡി ഐറ്റം ആണ്. സപ്പോസ് ദാറ്റ് ദ ഇലക്ട്രിക് ഫീൽഡ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് എൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഈസ് E0 = 120 N/Coulomb ആണ്, ആൻഡ് ദാറ്റ് ഇറ്റ്സ് ഫ്രീക്വൻസി ഈസ് 50 MHz ആണ്. എന്നിട്ട് ചോദിക്കുന്നത് എ പാർട്ടും ബി പാർട്ടും ഉണ്ട്. എ പാർട്ട് ഡിറ്റർമിൻ B0 കണ്ടുപിടിക്കണം, ഒമേഗ കണ്ടുപിടിക്കണം, കെ കണ്ടുപിടിക്കണം, ലാംഡ കണ്ടുപിടിക്കണം. ബി പാർട്ട് ബിയുടെയും അതായത് ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും എക്സ്പ്രഷൻസ് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇത് നിർബന്ധമായിട്ട് ഈ ഞാൻ പറഞ്ഞ 4 ക്വസ്റ്റ്യനിൽ ഇത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ഇതാണ്. ഇതേ ഫോർമാറ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഞാൻ ഹോം വർക്ക് തരുന്നത്. അത് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് സെറ്റായിട്ട് ഞാൻ തരാം. ഇത് പഠിച്ച് സെറ്റായതിനു ശേഷം അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാലും മതി.
ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് കൂടുതൽ ചാൻസ് ഉള്ള ഒരു മോഡൽ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എൻസിആർടിയിലുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് ബോർഡ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം. ക്വസ്റ്റ്യനിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആംപ്ലിറ്റ്യൂഡ് തന്നിട്ടുണ്ട്. എത്രയാണ്? E0 = 120 ന്യൂട്ടൺ പെർ കൂളോം എന്ന് പറഞ്ഞു. പിന്നെ തന്നിരിക്കുന്നത് ഫ്രീക്വൻസിയാണ് 50 MHz ആണ്. 10⁶. അതെപ്പോൾ ശ്രദ്ധിക്കണം, മെഗയിലാണ്. മിക്കവാറും ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ മെഗയിലേ തരുള്ളൂ. ദെൻ എന്നിട്ട് എ പാർട്ട് ചോദിച്ചത് B0 ഒമേഗ കെ ആൻഡ് ലാംഡ കണ്ടുപിടിക്കണം. അപ്പോൾ B0 ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ B0 എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഓക്കെ, E0 = C × B0. അപ്പോൾ B0 = E0 / C. അതായത് 120നെ C 3 × 10⁸. അപ്പോൾ 120/3 എന്ന് പറഞ്ഞാൽ തന്നെ 40 ആയി. അപ്പോൾ 10⁸ എടുത്ത് മുകളിലേക്ക് ഇട്ടാൽ 10⁻⁻8 അത്രയും ടെസ്ല യൂണിറ്റ് എഴുതാൻ വിട്ടുപോകരുത്. പിന്നെ ഒമേഗ കണ്ടുപിടിക്കാനുണ്ട്. ക്വസ്റ്റ്യനിൽ ഒമേഗ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2π × ന്യൂ. നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു പ്രോബ്ലം ആയിട്ട് ഞാൻ ഇതിനെ പറയാം. 2 × π. പൈൻ്റെ വാല്യൂ എത്രയാണ്? 3.14 × 50 × 10⁻⁻6. അപ്പോൾ 2 ഒരു കാര്യം ചെയ്യാം, പൈൻ്റെ വാല്യൂ 3.14, അതങ്ങനെ തന്നെ എഴുതാം. പിന്നെ 2 ഈ വാല്യൂ 50, 100ഉം 10⁻6 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10⁸. ക്ലിയർ അല്ലേ? ഞാനത് ഡയറക്റ്റ് ആയിട്ടൊന്ന് പവറുകൾ ചെയ്തേ ഉള്ളൂ. റേഡിയൻ പെർ സെക്കൻഡ് ആണ് ഒമേഗേൻ്റെ യൂണിറ്റ്. കഴിയും. പിന്നെ അവിടെ ചോദിച്ച ലാംഡയാണ്. ലാംഡ എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ ആദ്യത്തെ 2 ക്വസ്റ്റ്യനിൽ ചെയ്തു. C = ന്യൂ ലാംഡ. അപ്പോൾ ലാംഡ = C / ന്യൂ. അപ്പോൾ ഇവിടെ ന്യൂ എത്രയാണ്? 50 ആണ്. അപ്പോൾ ലാംഡ = Cൻ്റെ വാല്യൂ 3 × 10⁸ ഡിവൈഡഡ് ബൈ ന്യൂ എത്രയാണ്? 50 × 10⁻6. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ മുകളിലൊരു 10⁻2 ഉണ്ടാകും. അപ്പോൾ 300/50, അത് 30/5. സോ ആൻസർ വളരെ സിമ്പിൾ. നിങ്ങളൊന്ന് വേണം ചെക്ക് ചെയ്ത് നോക്കിക്കോ. എന്ത് ഡൗട്ടാണ് മക്കളെ ചോദിക്കണേ? 6 മീറ്ററാണ് അവിടെ വരിക. കഴിഞ്ഞില്ല, അതിൻ്റെ കൂടെ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. എ പാർട്ടിൽ K കണ്ടുപിടിക്കണം. നമുക്കെല്ലാവർക്കും അറിയാം K പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് ആണ്, ഓർ ആംഗുലാർ വേവ് നമ്പർ എന്ന് വിളിക്കുന്ന. Kൻ്റെ ഇക്വേഷൻ 2π/λ. അതായത് 2 × 3.14 ഡിവൈഡഡ് ബൈ ലാംഡ. ലാംഡ ഇപ്പം കിട്ടി. എത്രയാണ് ലാംഡ? 6. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ, അപ്പോൾ 2 6 കട്ട് ചെയ്താൽ താഴെ ഒരു 3 ഉണ്ട്. അപ്പോൾ 3.14 ഡിവൈഡഡ് ബൈ 3 ദറ്റ് ഈസ് 1.05 ആണ്. അത്രയും റേഡിയൻ പെർ മീറ്റർ ആണ് Kൻ്റെ യൂണിറ്റ് എഴുതാതെ നിൽക്കല്ലേ. കഴിഞ്ഞില്ല. ഇനി അത് എ പാർട്ട് കഴിഞ്ഞു. ബി പാർട്ട് എന്താണ് ചോദിച്ചത്? ബി പാർട്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഇക്വേഷൻ എഴുതാൻ വേണ്ടി. ഓക്കെ, നമുക്കിപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡൈസ് ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എക്സിലാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ജനറലി ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. നേച്ചർ ഓഫ് EM വേവ്സ് എന്ന് പറഞ്ഞിട്ടാണ് എൻസിആർടിയിൽ ആ കോൺസെപ്റ്റ് കൊടുത്തത്. E = E0 sin of kx - ωt. അന്നേരം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എക്സിലാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ വൈയിലായിരിക്കും. അതുകൊണ്ട് J ക്യാപ്പിൽ എഴുതണം. അപ്പോൾ നമുക്ക് E0ൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. 120 സൈൻ Kൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 1.05 റേഡിയൻ പെർ മീറ്റർ എക്സ് മൈനസ് ഒമേഗേൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഒമേഗേൻ്റെ വാല്യൂ എത്രയായിരുന്നു? 3.14 × 10⁸ ടിയും പിന്നെ പുറത്തൊരു J ക്യാപ്പും. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് പാർട്ടായിട്ട് എഴുതേണ്ടത്. കഴിഞ്ഞിട്ടില്ല. ബി പാർട്ടിൽ മാഗ്നറ്റിക് ഫീൽഡ് പാർട്ടും കൂടി എഴുതണം. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് പാർട്ട് ഇതേപോലെ B = B0. ബട്ട് B0 നമ്മളെ കയ്യിലില്ല അല്ലേ? അപ്പോൾ ആദ്യം B0 കണ്ടുപിടിക്കാം. അപ്പോൾ B0 = ആരാണ്? എത്ര പ്രാവശ്യം ഇടാം? E0/C. E0 എത്രയാണ്? 120 ഡിവൈഡ് ബൈ C. Cൻ്റെ വാല്യൂ എത്രയാണ്? 3 × 10⁸. അപ്പോൾ 120/3 ചെയ്ത് കഴിഞ്ഞാൽ 40യും 10⁸ മുകളിലേക്ക് വരുമ്പോൾ 10⁻⁻8 ടെസ്ല. അപ്പോൾ താഴത്തേയും കൂടി ഒന്ന് റബ്ബ് ചെയ്യട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്പേസിൽ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറിൻ്റെ പാർട്ട് എങ്ങനെ എഴുതാം? B = B0ന് പകരം അത് നമ്മൾ അവരോട് നമ്മളോട് പറയാതെ തന്നെ നമ്മളെ കൊണ്ട് കണ്ടുപിടിപ്പിച്ചവർ 40 × 10⁻⁸ സൈൻ. അതിൻ്റെ ഉള്ളിലത്തെ മാറൂല. Kൻ്റെ വാല്യൂ എത്രയാണ്? അത് മാറൂല കേട്ടോ. 1.05x മൈനസ് ഒമേഗേൻ്റെ വാല്യൂ എത്രയാണ്? 3.14 × 10⁸ T. പിന്നെയോ ഇവിടെ ആരാ വരിക? K ക്യാപ്പ്. കാരണം ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ വൈയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ J ക്യാപ്പ് വന്നു. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എവിടെ ഉണ്ടാവുള്ളൂ? സെഡിലാണ്. അതുകൊണ്ട് K ക്യാപ്പ്. കാരണം എന്താ? ഇലക്ട്രോ മാഗ്നറ്റിക് എക്സിലാണ് ആദ്യം പറഞ്ഞതുപോലെ. ക്ലിയർ ആണല്ലോ? ഇതായിരുന്നു 8.8 എന്ന് പറഞ്ഞ ആ ഒരു പ്രോബ്ലം. മക്കളെ നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ 8.10 ആണ്. 8.10. ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇൻ എ പ്ലെയിൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ദ ഇലക്ട്രിക് ഫീൽഡ് ഓസിലേറ്റ് സൈനസോയിഡലി അറ്റ് ഫ്രീക്വൻസി ഓഫ് 2 × 10⁻10 ഹെർട്സ് ആൻഡ് ആംപ്ലിറ്റ്യൂഡ് 48 വോൾട്ട് പെർ മീറ്റർ ആണ്. എന്നിട്ട് എന്ത് കണ്ടുപിടിക്കണം? വാട്ട് ഈസ് ദ വേവ് ലെങ്ത് ഓഫ് ദ വേവ്? ചെയ്യാൻ പറ്റൂലേ? നമ്മൾ ഇത്ര സമയം 4 ക്വസ്റ്റ്യൻ വേവ് ലെങ്ത് കണ്ടുപിടിച്ചില്ലേ? ബി പാർട്ട് ആണെങ്കിലോ വാട്ട് ഈസ് ദ
ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഓസിലേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് B0 കണ്ടുപിടിക്കാൻ പറ്റൂലേ? സി പാർട്ടാണ് അതിൽ കുറച്ചൊന്ന് മാറ്റം വരുത്തിയിരിക്കുന്നത്. ഷോ ദാറ്റ് ആവറേജ് ഡെൻസിറ്റി ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽസ് ദ ആവറേജ് ഡെൻസിറ്റി ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. അതിൻ്റെ ക്ലൂ ഞാൻ പറഞ്ഞുതരാം. ആവറേജ് ഡെൻസിറ്റി ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിൻ്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ഇലക്ട്രോസ്റ്റാറ്റിക്സ് 2 പറയാറുണ്ട്. ഹാഫ് എപ്സിലോൺ 0 E². മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഡെൻസിറ്റി, മാഗ്നറ്റിക് എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാരാണ്? ആവറേജ് ഡെൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് B²/2μ0 എന്ന് നമ്മൾ EMIയിൽ പറയുന്നത്. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മസ്റ്റായിട്ട് പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ആ ഒരു സി പാർട്ട് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ അതായത് 8.10 നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തന്നെയാണ്. നിങ്ങൾ നിർബന്ധമായിട്ടൊന്ന് ചെയ്ത് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. തൊട്ടുമ്പത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കിട്ടിയവർക്ക് അല്ലെങ്കിൽ ചെയ്ത് സെറ്റാക്കിയവർക്ക് ഈ ഒരു പ്രോബ്ലം വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ മക്കൾ ക്ലിയർ ആണെന്ന് വിചാരിക്കും. ഞാൻ ആദ്യം മെൻഷൻ ചെയ്ത പോലെ 1 മാർക്ക് സെഷൻസ്, 2 മാർക്ക്, 3 മാർക്ക് നിർബന്ധമായിട്ട് ആ വീഡിയോസ് നിങ്ങളൊന്ന് കണ്ട് കിട്ടുന്നത് നോക്കുക. കാരണം 5 മാർക്കിൽ 4 മാർക്ക് അത് ടെൻഷൻ അടിക്കേണ്ട. കാരണം എപ്പോഴും ചോദിക്കാൻ റിപ്പീറ്റ് ആയുള്ള പ്രോബ്ലം തന്നെയാണ് അവിടെ വരാൻ പോകുന്നത്. ഡെറിവേഷൻ തന്നെയാണ് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ ചെയ്ത് സെറ്റ് ആക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടോ വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഫ്രീ ആവുന്നതനുസരിച്ച് ഞാൻ മാക്സിമം ചെയ്യാൻ പറ്റുന്നത് എത്രത്തോളം നിങ്ങൾക്ക് ചെയ്ത് സെറ്റാക്കി തരാൻ വേണ്ടി ട്രൈ ആക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നല്ല സക്സസ് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് മക്കളെ. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്യണം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തൊട്ടും പറഞ്ഞ പോലെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി മക്കളെ. ഓക്കെ, നെക്സ്റ്റ് സെഷനിൽ അടുത്തൊരു സമയം ഉണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.